ഉമ്മൻചാണ്ടി പിന്നെ ഭരണത്ത് വന്നപ്പോൾ അതേപോലെ നമ്മളൊരു പ്രസ്റ്റീജാണ് പറഞ്ഞത്. ആദ്യം ടെൻഡർ ഇറക്കിയപ്പോൾ ആരും ബിഡ് ചെയ്തില്ല. ഭാഗ്യത്തോടെ എനിക്ക് ശ്രീ അഡാനിയെ ഒരു എയർപോർട്ടിൽ ഒരു എയർലൈൻ ക്യൂവിൽ കണ്ട് സംസാരിച്ചിട്ടാണ് അദ്ദേഹം ആദ്യം ബിഡ് ചെയ്യണതും അത് കഴിഞ്ഞിട്ട് ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാവണതും 2011 മുതൽ 15 വരെ കുറേ ചർച്ചയും നെഗോസിയേഷനും ചെയ്ത ശേഷമാണ് അവസാനത്തിൽ കൺസെഷൻ അഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ കാലത്തിൻ്റെ വിഴിഞ്ഞും ഇന്ന് കാണുമ്പോൾ കണ്ട വികസനവും കണ്ട മാറ്റങ്ങളും അത് ശരിക്ക് ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ പോലെയാണ് എനിക്കും തോന്നുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാമല്ലോ നമ്മളുടെ കേരളത്തിൽ രാഷ്ട്രത്തിനെ മുന്നോട്ട് വെച്ചിട്ട് രാഷ്ട്രീയത്തെ മാറ്റി വെച്ചിട്ട് എല്ലാവരും സഹകരിച്ചൊരു വികസന പ്രോജക്റ്റ് കൊണ്ടുവരാൻ നമ്മൾ എല്ലാവർക്കും ഒരു സന്തോഷകാര്യമാണ്. ഞാൻ വിചാരിക്കുന്നു ഈ പ്രോജക്റ്റ് എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടതാണ്. ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ ഗവൺമെൻറ്റും UDF സർക്കാരും കൂടി രണ്ടും ആഗ്രഹിച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തിൽ ഇത് കൊണ്ടുവരാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ ഇതിനെ നന്നായി തുടർന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ സഹകരണമുണ്ടായിരുന്നു. അതോ നമ്മളെല്ലാവരും തമ്മിൽ സംസാരിച്ചിട്ടും ചർച്ച ചെയ്തിട്ടുമാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. എനിക്ക് പല ഓർമ്മകൾ വരുന്നത് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. അതൊക്കെ പണ്ട് സംസാരിച്ച കാര്യങ്ങളും കൂടിയാണ്. പക്ഷേ നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നത് അദ്ദേഹം എന്നെ 2011 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ബോർഡിന് അംഗമാക്കി. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എന്നോട് തുടരാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഐ എം നൗ ദ ലോങ്സ്റ്റ് സർവിങ് ഡയറക്ടർ ഓൺ ദി ബോർഡ്. 15 വർഷമായിട്ട് ഈ തുറമുഖൻ്റെ ഓരോരോ പ്രവർത്തനത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഓരോരോ സ്റ്റേജിൽ കണ്ടിട്ട് ഇപ്പോൾ വന്നിട്ട് ഈ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസ് നമ്മൾ ഈ ഓപ്പറേഷൻസ് റൂമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്ക് ഒരു 21-ാം നൂറ്റാണ്ടത്തെ ഒരു സിനിമ കാണുന്ന പോലെയാണ്. ഞാൻ പ്രത്യേകിച്ച് അവിടെ തിരഞ്ഞെടുത്തത് വിഴിഞ്ഞത്തുനിന്ന് എടുത്ത ചില റിക്രൂട്ട്സാണ്. ചില പെൺകുട്ടികൾ, വിഴിഞ്ഞത്ത് ജനിച്ച് വളർന്ന പെൺകുട്ടികൾ, ഫ്രഷ് ഗ്രാജുവേറ്റ്സെ വന്നിട്ട് ഇവരെ ഹയർ ചെയ്തിട്ടുണ്ട്. അവരാണ് വലിയ മോഡേൺ കർവ്ഡ് സ്ക്രീൻസിന് മുമ്പിൽ ഇരുന്നിട്ട് കൺട്രോളും മൗസും സോഫ്റ്റ്വെയറൊക്കെ വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻസിനൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ശരിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ത്യയിലത്തെ എല്ലാം വെച്ച് അഡ്വാൻസ്ഡ് പോർട്ട് ഫെസിലിറ്റീസാണ് നമുക്കിപ്പോൾ ഉള്ളത്. അഡാനി തന്നെ പല പോർട്ട്സ് നടത്തുന്നുണ്ട്. പക്ഷെ അതിന് എല്ലാറ്റിനെക്കാട്ടും മെച്ചപ്പെട്ട മോസ്റ്റ് ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയറാണ് ഇവരിവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ശരിക്കും കേരളത്തിൻ്റെ ഒരു അഭിമാനമാണിത്. ഇതിൽ എല്ലാവരും സഹകരിച്ച് നമ്മളുടെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി വിഴിഞ്ഞം ഒരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് സന്തോഷം തോന്നിയത്, വിഴിഞ്ഞത്തിൻ്റെ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുത്ത ആൾക്കാരെ ഇവിടെ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയത് ഇതായിരുന്നു നമ്മളുടെ ആഗ്രഹം. ഇത് വികസനം കേരളത്തിന് തന്നെയാണ്, ഭാരതത്തിനും കൂടിയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം ലോക്കൽ കമ്മ്യൂണിറ്റിക്കും ബെനിഫിറ്റ് ഉണ്ടാവണം. ഇതുപോലെ ഓരോരോ ആൾക്കാർക്ക് ചിലപ്പോൾ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണ്. അവർക്ക് ഇനി ആ പ്രവർത്തനം ചെയ്യാൻ ആവശ്യമില്ല. ഈ കമ്പ്യൂട്ടറും എയർ കണ്ടീഷൻ മുറിയിലിരുന്നിട്ട് പിന്നെ കപ്പലുകളെ അവർക്ക് അവിടെ ഇവിടെ മാറ്റാനുള്ള ഭാഗ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് വേൾഡ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അതാണ് പ്രത്യേകിച്ച് പറയാൻ ആവശ്യമുള്ളത്. നമ്മളുടെ കേരളത്തിൻ്റെ വികസനത്തിൽ എല്ലാവരും എപ്പോഴും ഒരുമിച്ച് നിൽക്കട്ടെ. ചിലർക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ ആദ്യം ഇലക്ഷൻ മത്സരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ശ്രീനാരായണ ഗുരു എപ്പോഴും പറയില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന്. അതുപോലെ ഞാൻ എപ്പോഴും പറയും, രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. ഇത് ശരിക്കും ഈ വിഴിഞ്ഞം തുറമുഖൻ്റെ പ്രോജക്റ്റ് അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ്. നമ്മളെല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പങ്കാളിത്തം ഇതിലുണ്ട്. അതിൽ മറ്റന്നാൾ പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ, 2-ാം തീയതി ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാവരും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മളുടെ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും എൻ്റെ തിരുവനന്തപുരത്തിൻ്റെയും ഒരു വലിയൊരു അഭിമാനമായി മാറി വരട്ടെ.